പണിക്കർ സാർ ആളൊരു മൂർഖനാ. പണ്ടേ ചേട്ടനായ രസത്തിലല്ല. ഓ, അതൊക്കെ മാറിക്കാണും. ചേട്ടനും വളർന്നു, അയാളും വളർന്നു. അല്ല, എന്ത് ചോദിക്കും? എന്ത് ചോദിക്കാൻ? ഒക്കെ യൂഷ്വൽ. പാർട്ടിയുടെ കേരള പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും അഖിലേന്ത്യാ പ്രസിഡന്റ് സ്ഥാനത്തെത്തിയപ്പോ പണിക്കർ സാറിന് എന്ത് തോന്നുന്നു? അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സോവിയറ്റ് യൂണിയൻ പിന്മാറുമോ? ഗദ്ദാഫിയാണോ CIA ആണോ കൂടുതൽ അപകടകാരി? റബ്ബിഷ്. എന്തെങ്കിലും സെൻസേഷണൽ ന്യൂസ് ഉണ്ടെങ്കിൽ അത് വിശ്വനാഥിന്. ഈ ജാതി അലവരാതിയൊക്കെ നമുക്കും. ആരുടെ ഡൗട്ടോ? ആ, then okay, I will do it, don't worry. നമസ്തേ. നമസ്കാരം. ന്യൂഡൽഹിയുടെ ആയിരുന്നല്ലേ? അതെ. GK-യുടെ സിസ്റ്റർ. വരൂ വരൂ വരൂ. ശങ്കറിന് മനസ്സിലായില്ലേ? പിന്നെ ഉമാന്നല്ലേ പേര്? അതെ. ഇത് സുരേഷ്. ഓ, GK വരുമെന്നാ ഞാൻ കരുതിയത്. അല്ല, പുള്ളി വരില്ല. ഞങ്ങൾ തമ്മിൽ ചെറിയൊരു പിണക്കമുണ്ട്. നിസ്സാര കാര്യമാ, ഒക്കെ പഴയ കഥയാ. ഞങ്ങളതെന്നോ മറന്നു. GK അത് മറന്നു എന്തോ. 5-6 വർഷങ്ങൾക്ക് മുമ്പ് GK-ക്ക് ചെറിയൊരു മെന്റൽ ബ്രേക്ക് ഡൗൺ വന്നല്ലോ. ആ ഇടയ്ക്ക് ചെറിയൊരു കശവിശ. ഒക്കെ പോട്ടടോ. ആ, കുട്ടിയുടെ ബ്രദർ ആളൊരു ഭയങ്കരനാ. ഇത്ര ചുരുങ്ങിയ കാലം കൊണ്ട് എന്തൊരു വളർച്ച. സർക്കുലേഷൻ വെച്ച് നോക്കിയാ ഇപ്പൊ നിങ്ങൾ നമ്പർ 2. അതെ. ഓ, ഇന്ന് ഇന്റർവ്യൂ ഒന്നും വേണ്ട മോളെ. ഞാനിന്ന് ഇവിടെ വന്ന് അഖിലേന്ത്യാ പ്രസിഡന്റായി സ്ഥാനം ഏറ്റെടുത്തു. ഒന്നും സംഭവിച്ചിട്ടില്ല. കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. GK ക്ഷണിച്ചില്ലെങ്കിലും ഈ ആഴ്ച ഞങ്ങൾ അങ്ങോട്ട് വരും. GK-ക്ക് മാത്രമായി ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ. അല്ലേ പണിക്കരേട്ടാ? അതെ അതെ. ആ, അതിരിക്കട്ടെ. ആരാ നിങ്ങളുടെ വിശ്വനാഥ്? ഒരു വിധത്തിൽ പറഞ്ഞാൽ അയാളാ നിങ്ങളുടെ പത്രം വളർത്തിയത്. പ്രധാനപ്പെട്ട എന്ത് അത്യാഗ്രഹം ഉണ്ടായാലും അയാൾ അവിടെ ഉണ്ട്. മറ്റാർ റിപ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും വളരെ ഡീറ്റെയിൽ ആയിട്ടും ഭംഗിയായിട്ടും അയാൾ എഴുതുകയും ചെയ്യും. ആരാണ്? മലയാളിയാണ്. പാതി മലയാളി, അതായത് അമ്മ മലയാളി, അച്ഛൻ ജർമ്മൻ. ആ, അത് പറ. പാതി ഹിറ്റ്ലർ. ക്രോസ് അല്ലെങ്കിലും അങ്ങനെ നന്നായിരിക്കും. ഞങ്ങൾ ഇറങ്ങട്ടെ. നിൽക്കൂ രാംലാൽ. GK-ക്കാ ഒരു ഉത്തരേന്ത്യ സിസ്റ്റം. ഇവിടുത്തുകാരനായി പോയില്ലേ? വരട്ടെ. ഓക്കെ, സ്റ്റോപ്പ് സ്റ്റോപ്പ്. കടത്തി വിടുന്ന തോന്നുന്നു. നോക്കാം. സർ, വി ആർ ഫ്രം ന്യൂ ഡൽഹി ഡയറി. नहीं, कोई अंदर नहीं जा सकता, स्पेशली प्रेस पीपल. സർ, ദിസ് ഈസ് മൈ ഐഡന്റിറ്റി കാർഡ്. सॉरी मैडम, वी कांट डू एनीथिंग. सिक्योरिटी बहुत स्ट्रांग है. सॉरी. ഇന്ന് ഈ കിളവൻ രാജാവിനെ എവിടെയും ഇട്ട് പിടിച്ചിട്ട് കാര്യം. എങ്ങനെ? അതിനൊക്കെ വഴിയുണ്ട്. വണ്ടി വിടും. ഉമേ, നല്ല സെക്യൂരിറ്റിയാ, സൂക്ഷിക്കണം. ഓ, സാരില്ലേ. मैं सिस्टर अल्फोंसा, यहाँ का सिस्टर हूँ. जाइए. थैंक यू. अभी चर्च के अंदर कोई नहीं जा सकता. मैं सिर्फ ये बुके देने के लिए आई हूँ. जाइए. थैंक यू.
study. Obey us. என்ன பயங்கர வண்டி. അങ്കുലും രാജാ നേരെ തട്ടിക്കൊണ്ടുപോയി പുള്ളിനെ കടയെടുത്തിട്ടുണ്ട്. സോറി, യു ആർ എ ബിറ്റ് ലേറ്റ്. 15 മിനിറ്റ് വൈകിപ്പോയി. ഹി വാസ് കിൽഡ്. തട്ടിക്കൊണ്ടുപോയി അതേ വാനിൽ വെച്ച് തന്നെ കൊല ചെയ്യപ്പെട്ടു. ശവം വഴിയിലേക്ക് വലിച്ചെറിഞ്ഞു. Angolian king assassinated. വിശ്വനാഥ്. ഉമേ, ഫോട്ടോഗ്രാഫ്സ് എല്ലാം ഉണ്ടല്ലോ. വിശ്വനാഥിന് തിരക്കിനിടയിൽ പടമെടുക്കാൻ കഴിഞ്ഞില്ല. തരൂ, മോർണിംഗ് എഡിഷനിൽ കൊടുക്കാം. എന്തുപറ്റി? ഇന്ന് പത്രം പ്രിന്റ് ചെയ്യാൻ താമസിച്ചോ? ഇത് സ്പെഷ്യൽ എഡിഷൻ. 5 ലക്ഷം അടിച്ചു. ഭയങ്കര സെയിൽ. തികഞ്ഞില്ല. 2 ലക്ഷം കൂടെ അടിക്കുന്നു. ഇതാ കണ്ടില്ലേ? സംഭവം നടന്നിട്ട് 1/2 മണിക്കൂറായിട്ടുള്ളൂ. പോലീസ് അറിയും മുമ്പേ സംഭവം കണ്ടത് ഉമയാണ്. 100 കിലോമീറ്റർ സ്പീഡിൽ കാർ ഓടിച്ചാണ് ഇവിടെ എത്തിയത്. എന്നിട്ട് ഞങ്ങളെക്കാൾ മുമ്പ് വിശ്വനാഥ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. പത്രം അടിച്ചിരിക്കുന്നു. സെക്കൻഡ് എഡിഷൻ അടിക്കുന്നു. ആളുകൾ ശ്രദ്ധിക്കുന്നു. എനിക്കും കുറെയൊക്കെ മനസ്സിലാകും. എന്റെ തലയ്ക്കകത്തൊന്നും ഇല്ലെന്ന് വിചാരിക്കരുത്. തല ഉണ്ടായതുകൊണ്ട് മാത്രമായില്ല, തലയിൽ എഴുത്തൂടെ നന്നാവണം. ശരിയാണ്, തലയിൽ എഴുതുന്ന ആരോ ഇവിടെ ഉണ്ട്. ദൈവം. സംഭവം നടക്കുന്നതിന് മുമ്പ് വാർത്ത ഇവിടെ എത്തിക്കുന്ന ആൾ. ദാറ്റ് മീൻസ് ക്രിയേറ്റർ, സൃഷ്ടാവ്. സുരേഷ്, എന്തൊക്കെയാണ് അവരോട് പറഞ്ഞത്? ഉമ്മ ബെറ്റ് വെച്ചോ?
താൻ എടുത്ത ഒരൊറ്റ ഫോട്ടോയും നാളത്തെ പത്രത്തിൽ വരാൻ പോകുന്നില്ല. അതെന്താ? അതങ്ങനെയാ, കണ്ടോ. ക്രിയേറ്റർ, സൃഷ്ടാവ്, ദൈവം. സുരേഷ് പറഞ്ഞത് ശരിയാണ്. ഐ എം ഗോഡ്, മീഡിയ ഗോഡ്. ഇവിടെ പലരുടെയും തലയിൽ എഴുതുന്നതും മായ്ക്കുന്നതും ഞാനാണ്. ഏതുന്നതന്റെയും. രാഷ്ട്രത്തലവൻ, പണക്കാരൻ, രാഷ്ട്രീയ നേതാക്കൾ, ഇവന്റെ ഒക്കെ ലൈഫ് ഇന്ന് എന്റെ കയ്യിലാണ്. എവിടെ ബോംബ് പൊട്ടണം, എവിടെ ട്രെയിൻ മറിയണം, മരിക്കേണ്ടവൻ എങ്ങനെ മരിക്കണം, എല്ലാം തീരുമാനിക്കുന്നത് ഞാനാണ്. പഴയ നവഭാരത് ടൈംസിലെ വെറും ജി കൃഷ്ണമൂർത്തി, ഇന്ന് വിശ്വനാഥൻ. ബൈ ചാൻസിന് കിട്ടിയതാണെങ്കിലും നല്ല പേര്, വിശ്വനാഥൻ, വിശ്വത്തിന്റെ നാഥൻ, അതായത് ദൈവം. എന്താ നിന്ന് കളഞ്ഞത്? സാറ് മദ്യപിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരു തുള്ളി പോലും കഴിച്ചിട്ടില്ല. അതിന്റെ ആവശ്യമില്ല. വരൂ. എന്റെ ഇപ്പോഴത്തെ മൂഡ് മര്യാദയ്ക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. ഞാൻ സുന്ദരമായ ഒരു സ്വപ്നത്തിന്റെ ഇൻടോക്സിക്കേഷനിലാണ്. ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. പത്രലോകം മുഴുവൻ ഞാൻ കീഴടക്കി. ഞാനത് എങ്ങനെയാ മര്യാദയ്ക്ക് വിവരിച്ചു തരേണ്ടത്? സാർ അതിര് കടക്കുന്നു. ആ പാവൻ രാജാവിനെ കൊല്ലേണ്ടിയിരുന്നില്ല. സമയം വൈകി, മര്യാദയ്ക്ക് പോകാം. മരിയ, നീ എന്നെ ചോദ്യം ചെയ്യരുത്. സാർ, ദയവ് ഇത് സുരേഷിനോട് പ്രതികാരം ചെയ്യരുത്. എനിക്കവന് ഇഷ്ടമാണ്.